Greetings and welcome back to A3 Generation. My name is Binu Agustin. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഷക്ഷുക്ക, അതായത് ഒരു മുട്ട കൊണ്ടുള്ള ഒരു വിഭവമാണ്. നമ്മൾ ബുൾസൈ ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെയും കഴിക്കാം, കുറച്ച് വെജിറ്റബിൾസ് ചേർത്തിട്ട്. അതുമല്ലെങ്കിൽ രാവിലെ ബ്രെഡ് ആൻഡ് സ്റ്റൂ കഴിക്കുന്നതിന് പകരം ബ്രെഡിന് ഇതും ഒരു നല്ല ഐറ്റമാണ്. ഈ എഗ്ഗ് കൊണ്ടിട്ട് ഷക്ഷുക്ക, ഇത് വന്നിട്ട് യൂറോപ്യൻസിൻ്റെ ഫുഡാണ്. മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ യൂറോപ്യൻസ് മെയിൻ ദേ യൂസ് ഇത് സ്വീറ്റ് പൊട്ടാറ്റോസ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്വീറ്റ് പൊട്ടാറ്റോസിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ അതാണ് അവരിതിൽ മെയിനായിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാവിലെ അത് കഴിക്കാത്ത കൊണ്ടും എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനൊരു ചെറിയ പൊട്ടറ്റോയും ഒരു ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ടൊമാറ്റോ, ആക്ച്വലി നമ്മൾക്ക് ആവശ്യം ടൊമാറ്റോ പ്യൂരിയാണ്, അതിൻ്റെ പേസ്റ്റായിട്ട്. അത് വാങ്ങിക്കാൻ കിട്ടും. തൽക്കാലം ഇപ്പോൾ ഞാനത് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനാവശ്യം ആക്ച്വലി ഓണിയൻ, ക്യാപ്സിക്കം, സ്വീറ്റ് പൊട്ടാറ്റോസ്, മുട്ട, ഗാർണിഷ് ചെയ്യാൻ കുറച്ച് നമ്മളുടെ എന്തെങ്കിലും ലീഫി ഐറ്റംസ് ലൈക്ക് നമ്മൾക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കൊത്മീരി, മല്ലിയിലയാണ് കിട്ടുന്നത്, അതുകൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. സോ ടുഡേ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ എ ബ്രേക്ക്ഫാസ്റ്റ് കോൾഡ് ഷക്ഷുക്ക, എ വെജിറ്റേറിയൻ വേർഷൻ ഓഫ് എ ബുൾസ് ഐ. It is commonly used by Europeans, also in few other countries. The main ingredient is sweet potato, but here I am using only potatoes. അപ്പോൾ നമ്മളിവിടെ ഷക്ഷുക്കയുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, പൊട്ടാറ്റോസ്, ക്യാപ്സിക്കം, ഓണിയൻസ് രണ്ട് ടൈപ്പ് അരിഞ്ഞിട്ടുണ്ട്. ഒന്ന് വലുതായിട്ടും പിന്നെ ഒരെണ്ണം ചെറുതായിട്ടും. ചെറുതെന്ന് പറഞ്ഞാൽ അത് ആ ടൊമാറ്റോ പ്യൂരിയുടെ ഒരു പച്ച ചുവ മാറണമെങ്കിൽ അത് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. അതിന് കുറച്ച് ഉള്ളിയും കൂടി ഇട്ടാൽ കുറച്ച് നേരം വഴറ്റാൻ വേണ്ടിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. നിങ്ങൾക്ക് പാക്കറ്റ് പ്യൂരിയാണ് കിട്ടണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എടുത്തിരിക്കുന്നത് 2 പാക്കറ്റ് ചില്ലി ഫ്ലേക്സും, ഒരു പാക്കറ്റ് ഒറിഗാനോ ആൻഡ് പെപ്പർ പൗഡർ, പിന്നെ ഈ മിക്സി ജാറിലിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി. അപ്പോൾ നമ്മൾക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. Here I have taken 4 eggs, carrot, capsicum, potato instead of sweet potatoes, onions in 2 sizes, small cubes and large cubes. Small is to cook the tomato paste. Then pepper powder. Also chili flakes and oregano for garnishing. ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ്. ഒരു 1 ഡെസേർട്ട് സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 or 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റി മാറ്റാം. ഈ പൊട്ടറ്റോസിന് പകരം നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോയാണ് ചേർക്കേണ്ടത്. യൂറോപ്പിലും അവിടെയൊക്കെ അവർ യൂസ് ചെയ്യുന്നത് ആക്ച്വലി സ്വീറ്റ് പൊട്ടറ്റോസാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ എടുത്തത്. സ്വീറ്റ് പൊട്ടറ്റോസിന് വളരെ ഗുണങ്ങളുണ്ടെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പൊട്ടറ്റോ ഞാനൊരു 2-3 മിനിറ്റ്സ് ഇട്ട് വഴറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് 1 by 1 ആയിട്ട് നമ്മൾക്ക് വഴറ്റാം. യൂറോപ്യൻസാണ് ഈ മെയിനായിട്ട് ഈ ഷക്ഷുക്ക കഴിക്കുന്നത്. യൂറോപ്യൻസ് മാത്രമല്ല, മറ്റുള്ള പല രാജ്യങ്ങളിലെ ആളുകളും കഴിക്കുന്നുണ്ട്. നമ്മൾ ബുൾസൈ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഷക്ഷുക്ക ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് കൂടെ രാവിലെ നമ്മളുടെ ഉള്ളിൽ പോകും. ഇപ്പോൾ ഞാനിതിൽ കുറച്ച് ഉപ്പും
കുറച്ച് പെപ്പർ പൗഡറും ചേർക്കുകയാണ്. ഇത് ഞാൻ ഇപ്പോൾ ഒത്തിരി വേവിക്കുന്നില്ല. ഇത് തൽക്കാലം ഞാൻ മാറ്റിയിട്ട് ആ ടൊമാറ്റോ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അത് നമ്മൾ റെഡിമെയ്ഡ് ടൊമാറ്റോ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചട്ടി മാറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഫ്രഷ് ടൊമാറ്റോസ് ആയതുകൊണ്ടാണ് ഞാനൊന്ന് പ്രത്യേകം വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഉള്ളി ഇടുകയാണ്. ഇതിനകത്ത് കുറച്ച് ഉപ്പും ഒരു ചില്ലി ഫ്ലേക്സും ചില്ലി ഫ്ലേക്സും മാത്രം ചേർത്തു. Sort the vegetables and keep it aside if you don't have a ready-made puree. Take a ripe tomato, grind it and cook until the raw taste turns to a creamy consistency. First add onions, salt, chili flakes or chili powder, then a little water. ഇതിലേക്ക് തക്കാളി ഇടുകയാണ്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം, പുളിയില്ലാത്തത്. ഇപ്പോൾ തക്കാളിയുടെ പച്ച ചുവയൊക്കെ മാറി നന്നായിട്ടൊരു 5 മിനിറ്റ്സ് വഴറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വഴറ്റി വെച്ച വെജിറ്റബിൾസ് ചേർക്കുകയാണ്. കുറച്ച് റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം ഒക്കെ ഇട്ടാൽ കുറച്ചുകൂടെ ഒന്ന് കളർഫുള്ളായിരിക്കും. ഞാനിത് പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വീറ്റ് പൊട്ടറ്റോസ് ഇടുമ്പോഴായിരുന്നു എനിക്കിത് കുറേ കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. സ്വീറ്റ് പൊട്ടറ്റോ ഈസ് മച്ച് ടേസ്റ്റിയർ, സോ ട്രൈ ടു ആഡ് ദാറ്റ്. ഇനി നമ്മൾക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ ഇതൊരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ചില്ലി ഫ്ലേക്സാണ് കേട്ടോ. ഒരു കുറച്ച് പേരിന് ഒരിക്കാനോ, അധികം വേണ്ട. ഇനി കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം.
ഇപ്പോൾ നമ്മുടെ ഷക്ഷുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. So thank you dears for watching my channel. Please like, subscribe and share with your friends and relatives. Thank you.